കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട 6 കോടി രൂപ കൂടി അനുവദിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ. പ്രദേശത്തെ അവശിഷ്ടങ്ങൾ നീക്കാനാണ് പണം അനുവദിച്ചതെന്നും അടുത്ത മാസത്തോടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് പ്രദേശത്തെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് 2.49 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരുന്നത്. ഈ തുക അപര്യാപ്തമാണെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തുക അനുവദിച്ചത്. ചെളിയും എക്കലും പാറക്കെട്ടുകളും നീക്കം ചെയ്യാനാണ് പണം അനുവദിച്ചത്. മെയ് മാസത്തോടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടാക്കിയ 4 വാർഡുകളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി. 6 കോടി രൂപ കൂടി ചെളിയും എക്കലും പാറക്കല്ലുകളും മാറ്റം ചെയ്യാൻ ആവശ്യമുണ്ട് എന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ മേഖലയിൽ ഒരു ഷെൽട്ടർ വേണം എന്ന് ബഹുമാനപ്പെട്ട MLA നേരത്തെ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെൽട്ടർ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പണം അനുവദിക്കാനും യോഗത്തിൽ തീരുമാനം എടുക്കുകയുണ്ടായി. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 29 കുടുംബങ്ങൾക്ക് സർക്കാർ 15 ലക്ഷം രൂപ വീതം നൽകിയിട്ടുണ്ട്. പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികൾ വിലയിരുത്താൻ ഈ മാസം തന്നെ ജില്ലാ കളക്ടർ, സ്ഥലം MLA എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിലങ്ങാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ EK വിജയൻ MLA, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്.